ഹലോ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വെക്ടർ ആൾജിബ്രയാണ്. അതായത് +1 ഫിസിക്സിലും വേണം, മാത്സിലും വേണം. എന്താണ് ഈ വെക്ടർ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് 2, 3, 4. പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് 2, 3, 4. എങ്കിൽ ഇതിനൊരു വെക്ടർ ആക്കുന്നത് 2i + 3j + 4k. ഫോർ എക്സാമ്പിൾ ഇതിന് എ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് പോയിന്റും വെക്ടറും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ഇവിടുന്ന് 2, 3, 4 എന്നുള്ളത് അങ്ങനെയും പറയാൻ കഴിയണം, വെക്ടർ എന്നുള്ളത് ജോമെട്രിയിലേക്ക് ഇങ്ങനെയും പറയാൻ കഴിയണം. അപ്പൊ 2, 3, 4 ആണെങ്കിൽ 2i + 3j + 4k. i എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ, x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ, j y ആക്സിസിലെ യൂണിറ്റ് വെക്ടർ, k z ആക്സിസിലെ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഇനി വേറൊരു പോയിന്റ്, ഫോർ എക്സാമ്പിൾ q എന്ന് പറയുന്ന അനദർ പോയിന്റ് 1, 5, 4. അപ്പൊ ഇതിനെ എങ്ങനെയാ വെക്ടർ ആക്കാൻ പറ്റുക? നേരത്തെ അതേപോലെ ഒരു ഐയും ജെയും കെയും കൂടി അതിൽ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ 1i + 5j + 4. അപ്പൊ ദിസ് ഈസ് അനദർ വെക്ടർ. അതിനെ ബി എന്ന് പേര് കൊടുത്തു. അപ്പൊ പോയിന്റ് കിട്ടി, അതിനെ വെക്ടറായി. അപ്പൊ നമ്മൾ രണ്ട് വെക്ടറാണ് ഇപ്പൊ കയ്യിലുള്ളത്. ഒന്ന് എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടർ. ഇനിയിപ്പോ +1 ഫിസിക്സിലേക്ക് ഇത് എവിടെയാണ് ആവശ്യം വരിക? ഈ രണ്ട് വെക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. വെക്ടറിന്റെ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് രീതിയിലാണ്. ഒന്നിന്റെ പേരാണ് ഡോട്ട്, രണ്ടാമത്തതിന്റെ പേരാണ് ക്രോസ്. അപ്പൊ രണ്ട് രീതിയിലാണ് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സാധാരണ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ രീതിയേ ഉള്ളൂ. 2 × 3 എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ രണ്ട് രീതിയിലാണ്, ഒന്ന് ഡോട്ട്, ഒന്ന് ക്രോസ്. ഡോട്ടിന് ക്രോസ് ഇൻറ്റു ആണ് ശരി. അപ്പൊ എന്താണ് ഈ ഡോട്ട് നോക്കാം. ആദ്യത്തേത് ഡോട്ട്, അപ്പോൾ വെക്ടർ എ ഡോട്ട് ബി. ഇതിപ്പോ ഇതാണെങ്കിൽ എ ഡോട്ട് ബി ആണെങ്കിൽ, അതായത് 2i 3j 4k എ എന്നുള്ള വെക്ടർ. ബ്രാക്കറ്റ് വെറുതെ ഇട്ടുന്നുള്ളൂ. ഡോട്ട് ഒരു കുത്തിടുക, വായിക്കുന്നത് ഡോട്ടാണ്. രണ്ടാമത്തെ വെക്ടർ i + 5j + 4k. ഇതെങ്ങനെയാ ഡോട്ട് ചെയ്യുക വെച്ചാൽ, ഇതിലത്തെ ഈ നമ്പർ മാത്രം എടുക്കുക 2, ഇവിടുത്തെ നമ്പറാണ് 1. 2 × 1 i വേണ്ട, പ്ലസ് ജെയുടെ ഇപ്പുറത്തുള്ള നമ്പർ 3, അവിടെ ജെയുടെ നമ്പർ 5. 3 × 5 പ്ലസ് ഇവിടെ 4, അപ്പുറത്തും 4. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐയും ജെയും കെയും എടുക്കാതെ അതായത് കോഎഫിഷ്യൻസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 2 × 1, പിന്നെ 3 × 5, 4 × 4. അപ്പൊ ഇതെല്ലാം കൂടി 2 × 1 2, അവിടെ ഒരു 15 വരും, 16, 18, 10, 25, 33. നോക്കൂ, ഈ രണ്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 33. ഇതിനെയാണ് നമ്മൾ വെക്ടർ പ്രോഡക്റ്റിലെ ഒന്നാമത്തത് ഡോട്ട് എന്ന് പറയും. ഇത് ഫിസിക്കലായിട്ട് നമ്മളെ ആ ഡൈനാമിക്സിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു പോയിന്റ് 2, 3, 4 ആണ്. ആ 2, 3, 4 എന്നുള്ളത് ജോമെട്രിയിലെ കോർഡിനേറ്റ്സ് ആണ്. അതിന് നമുക്ക് വെക്ടറിന്റെ ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ 2i + 3j + 4k, and that is denoted by vector a. And what is meant by i? I is the unit vector along x-axis, j is the unit vector along y-axis, and k is the unit vector along z-axis. Okay. അപ്പോൾ അതേപോലെ വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ 1, 5, 4 ഫോർ എക്സാമ്പിൾ, അതിനെ നമുക്ക് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാം. i + 5j + 4k. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് ഈസ് നോൺ ആസ് ഡോട്ട്, സെക്കൻഡ് ഈസ് നോൺ ആസ് ക്രോസ്. നമ്മൾ എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക? ഹൗ ടു ഫൈൻഡ് ഡോട്ട് പ്രോഡക്റ്റ്? എഴുതുന്ന രീതി വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. അപ്പോൾ എഴുതുമ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് എ ആണ്, മറ്റേത് വെക്ടർ ബി ആണ്.
കോഎഫിഷ്യൻസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 1, 3 into 5, 4 into 4, ലാസ്റ്റ് 33 കിട്ടും.